ധർമ്മവാണിയുടെ 131 വാർഷികമാണ്. ഭാരതത്തിൻ്റെ ആത്മീയതയെ ലോകത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ച സ്വാമി വിവേകാനന്ദൻ്റെ ഷിക്കാഗോ പ്രസംഗത്തിന് ഇന്ന് 131 ആണ്ട് തികയുകയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ അമേരിക്കൻ സന്ദർശനവും ഷിക്കാഗോയിൽ നടന്ന ലോക മത പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ ചരിത്രപരമായ പ്രസംഗവും ഭാരതത്തിൻ്റെ സനാതന ധർമ്മയാത്രയുടെ പ്രധാനപ്പെട്ട ഏടുകളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. 1893 സെപ്റ്റംബറിലെ ഈ ദിനത്തിലാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ തന്റെ ഏറ്റവും പ്രശസ്തമായ പ്രസംഗം അവതരിപ്പിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ ഉറച്ച ശബ്ദത്തിൽ പാശ്ചാത്യ ലോകം അമ്പരന്നിരുന്നു. 7000-ഓളം വരുന്ന വലിയ സദസ്സിനെ അമേരിക്കയിലെ സഹോദരീ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചപ്പോൾ അത് സദസ്സിലും വേദിയിലും പ്രകമ്പനം സൃഷ്ടിച്ചു. പ്രസംഗം ആരംഭിച്ചപ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന ശബ്ദം കേട്ടപ്പോൾ അത് ഒരു വൈദ്യുത ശക്തി പോലെ ജനങ്ങളെ മുഴുവൻ ഇളക്കുകയും ഒരേ സ്വരത്തിൽ കൈയടിച്ച് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാ മതങ്ങളുടെയും മാതാവായ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശങ്ങൾ അവർ പാശ്ചാത്യ ലോകത്തിന് നൽകുകയും ആ സന്ദർശനത്തിൽ തുടർച്ചയായി അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും ഇങ്ങനെയൊരു മതമുണ്ട്, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം ഉൾക്കൊള്ളുന്നത്, അതിൽ നിന്നാണ് ഭാരതം ഉണ്ടായിട്ടുള്ളത് സ്ഥാപിക്കുകയും ചെയ്തു. ലോകത്തിന് ഭാരതത്തെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റിമറിക്കുന്നതായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം. സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും ആശയങ്ങൾക്കാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഉടനീളം പ്രാധാന്യം നൽകിയത്. ഇന്ത്യൻ ദേശീയതയുടെ ശബ്ദമായും ആ ചെറുപ്പക്കാരന്റെ വാക്കുകൾ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ക്രിയാത്മകമായൊരു മാറ്റം അദ്ദേഹത്തിനും ഉണ്ടായി. അദ്ദേഹം മടങ്ങിയെത്തിയത് ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകതയായ മിഷണറി സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുകയും സാധാരണ ജനങ്ങൾക്ക് സഞ്ചരിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തി ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഒരു മതവും അഭിവൃദ്ധി പ്രാപിക്കുകയില്ല. അതിന് ശക്തിയാണ് ആവശ്യം. ജാതി വ്യവസ്ഥ പോകണം. കേരളത്തെ പ്രാന്താലയം അദ്ദേഹം വിളിച്ചത് ജാതി വ്യവസ്ഥ കണ്ടതിന് ശേഷമാണ്. ആ രീതിയിൽ രണ്ട് അംശങ്ങൾ ഒരുങ്ങിക്കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രഭാഷണം ഒരുപക്ഷെ ലോകം നിലനിൽക്കുന്ന കാലത്തോളം മനുഷ്യഹൃദയങ്ങളിൽ മാറ്റിക്കൊള്ളും എന്നാണ് എൻ്റെ വിശ്വാസം. Sisters and brothers of America, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I am proud to belong to a religion which has taught the world both tolerance and universal acceptance. We believe not only in universal toleration, but we accept all religions as true. ജനം, കൊച്ചി.